ഓം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീജേഷ് നാരായണൻ. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. എന്താ അതിനർത്ഥം? ഒരിക്കലും വേർപിരിഞ്ഞു പോകരുതേ എന്നാണ് ഇവിടെ പ്രാർത്ഥന. നരജന്മത്തെ സഫലമാക്കാൻ ഭഗവൻ നാമങ്ങൾക്കേ കഴിയുള്ളൂ. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം. ഗുരുനാഥൻ എന്ന് വെച്ചാൽ നമ്മളുടെ ഗുരു എന്ന് പറയുന്ന ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. അതായത് അജ്ഞാനം നശിപ്പിക്കാനായിട്ട് ഗുരുനാഥന് മാത്രമേ കഴിയുള്ളൂ. അതിനാലാണ് ഗുരുനാഥനെ തന്നെ അവിടെ ആദ്യം പറയുന്നത്. ഗുരുനാഥൻ തുണ ചെയ്യുക. അതായത് നമ്മളുടെ അജ്ഞാനമെന്ന തിമിരം ബാധിച്ച് അന്ധനായവന്റെ കണ്ണ് ആരാണോ ജ്ഞാനമാകുന്ന ആ ഒരു അഞ്ജന ശലാക കൊണ്ട്, കണ്ണിൽ അഞ്ജന എഴുതാനുള്ള ഒരു കമ്പി കൊണ്ട് തുറന്നത്, ആ ഗുരുവിനെ നമ്മൾ നമസ്കരിക്കാറുണ്ട് അല്ലേ? ഏതാണ് ആ നമസ്കാര മന്ത്രം? അജ്ഞാന തിമിരാന്ധസ്യ അല്ലെ, ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ നമസ്കാരം ചെയ്യാറുണ്ട് അല്ലെ? അതായത് ഗു എന്നാൽ അന്ധകാരം, രു എന്നാൽ നിരോധിക്കുന്നത്, അതായത് തടയുന്നത്. അപ്പൊ അജ്ഞാനമെന്ന അന്ധകാരത്തെ അകറ്റുന്നവൻ എന്നാണ് അർത്ഥം ഗുരുവിന്റെ. ഗു ശബ്ദം അന്ധകാരം താൻ, രു ശബ്ദം തന്നിരോധകം എന്നാണ് ഭാഷ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ആരൊക്കെയാണ് ഗുരുവായി നമ്മൾ സങ്കല്പിക്കുന്നത്? നമുക്ക് പിതാവ് മുതൽ പരമാത്മാവ് വരെയുള്ളവരെല്ലാവരും നമുക്ക് ഗുരുശബ്ദത്തിന് അർഹരാണ് അല്ലെ? ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാരുൾപ്പെടെ നമ്മൾ പറയാറില്ലേ, ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമുക്കെല്ലാവരും ഗുരുക്കന്മാരാണ്. അതായത് ഒരേ ഒരു അക്ഷരം പോലും പഠിപ്പിച്ച ഗുരുവിനോടുള്ള കടം വീട്ടാൻ ഭൂമിയിൽ ഒന്നുമില്ല എന്നാണ് പ്രമാണം തന്നെ പറയുന്നത്. അതായത് ശിവൻ കോപിച്ച നമുക്ക് ഗുരു രക്ഷയ്ക്കുണ്ടാവും, പക്ഷേ ഗുരു കോപിച്ചാൽ ആരും തന്നെ രക്ഷിക്കില്ല എന്ന് പറയാം. ശിവരുഷ്ടേ ഗുരുസ്ത്രാതാ ഗുരൗരുഷ്ടേ എന്ന ഗച്ഛന എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗുരുവിന് അത്രയ്ക്കും പ്രാധാന്യമുണ്ട് എന്നർത്ഥം. അപ്പം അങ്ങനെയുള്ള ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം. സന്തതം എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും എന്നർത്ഥം. തുണ ചെയ്യുക എന്ന് വെച്ചാലോ സഹായിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും. തിരുനാമങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഭഗവാന്റെ നാമങ്ങൾ, ആ ദിവ്യനാമങ്ങൾ. നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം. പിരിയാതെ എന്ന് വെച്ചാൽ എന്താണ്? വേർപെടാതിരിക്കണം എന്നർത്ഥം. നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. നരജന്മം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മനുഷ്യജന്മം സഫലമാക്കാൻ, പ്രയോജനപ്പെടാൻ. അപ്പം അതുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾക്ക് ഇതിനൊക്കെ കഴിയുള്ളൂ. കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഘ പരംപ്രജയിൽ എന്ന് ഭാഗവതം പറയണം. അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ കീർത്തനം ഒന്നുകൊണ്ട് മാത്രം സംസാര ബന്ധത്തിൽ നിന്ന് വിമുക്തനാവുന്നുവെന്ന്. അപ്പം എല്ലാവർക്കും ആ ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഗുരുക്കന്മാരെ ആദരിക്കുക, ബഹുമാനിക്കുക. അത് സ്കൂളിലായാലും കോളേജിലായാലും നമ്മളെ തൊഴിൽ പഠിപ്പിക്കുന്നവനായാലും നമുക്ക് ഒരക്ഷരം പറഞ്ഞു തരുന്ന ആരും നമുക്ക് ഗുരുക്കന്മാരാണ്. അപ്പം അങ്ങനെയുള്ള നമ്മുടെ അധ്യാപകരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുക. അധ്യാപകരെ തല്ലുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പണ്ട് അധ്യാപകൻ തല്ലും, ഇപ്പോൾ വിദ്യാർത്ഥികളാണ് അധ്യാപകന്മാരെ തല്ലുന്നത്. കോളറിന് കയറി പിടിക്കുക, ഇടിക്കുക. ഒന്ന് ആലോചിച്ചു, അതൊക്കെ എത്ര ഒരു ശാപമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയാം. അപ്പോൾ നമ്മളെ വിദ്യ പഠിപ്പിക്കുന്ന ഏതൊക്കെ
ഇതായാലും ശരി, ഗുരു എന്നും ഗുരു തന്നെയാണ്. ഗുരുവിനോട് എളിമയും ഭക്തിയുണ്ടെങ്കിൽ മാത്രമാണ് അവനാ വിദ്യ കൊണ്ട് ശ്രേഷ്ഠത കൈവരിക്കാൻ സാധിക്കൂ. അപ്പം എല്ലാവർക്കും ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നമസ്തേ, പ്രണാമം.